കാതികയിൽ നിന്ന് ഒരു അറബിക് കഥയാണ്. കഥയുടെ പേര് അലാവുദ്ദീനും അത്ഭുത വിളക്കും. കൂട്ടുകാര്, ഈ കഥ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? കാതികയിൽ ഇതിനു മുന്നേ 2 അറബിക് കഥകൾ വന്നിട്ടുണ്ട്. കൂട്ടുകാർക്ക് കഥകളിലൂടെ നോക്കിയാൽ ആ കഥ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ കഥ കേൾക്കാം. ഇന്നത്തെ കഥ അലാവുദ്ദീനും അത്ഭുത വിളക്കും. കഥ തുടങ്ങുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അലാവുദ്ദീൻ ജനിച്ചത്. എന്നും അവന് കഷ്ടപ്പാടുകളായിരുന്നു. ദുരിതങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിതം. അവന് ജീവിക്കാൻ പണമില്ലായിരുന്നു. ഒരു പാവമായിരുന്നു. ഒരു ദിവസം സന്ധ്യയാകുമ്പോൾ അലാവുദ്ദീനോട് ഉമ്മ പറഞ്ഞു, മോനെ, അത്താഴം വെക്കണമെങ്കിൽ അടുപ്പിൽ ഒരു കരിയിലത്തൊണ്ട് പോലുമില്ല. കാട്ടിൽ പോയി ഇത്തിരി ചുള്ളിക്കമ്പ് കൊണ്ടുവാ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാം. അലാവുദ്ദീൻ നമ്മുടെ ഇപ്പോഴത്തെ പോലെ ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ല. അലാവുദ്ദീന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പഴയ കാലത്ത് വല്ലതും ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും വിറക് കൊള്ളി കൊണ്ടാണ് അടുപ്പിൽ കൂട്ടിയിരുന്നത്. ഉമ്മയുടെ വാക്കുകൾ കേട്ടാണ് അലാവുദ്ദീൻ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആളുകൾ നടന്നു പതിഞ്ഞ ഒറ്റയടിപ്പാതയിൽ വിറകു തേടി നടക്കവേ അവൻ ഒരു ചെറിയ വിളക്ക് കണ്ടു. അലാവുദ്ദീൻ ആ വിളക്ക് എടുത്തു. ക്ലാവും പൂപ്പലും പിടിച്ച എണ്ണ പുരണ്ട വൃത്തികെട്ട ഒരു കൊച്ചു വിളക്കായിരുന്നത്. ഒരു ഓട്ടു വിളക്കായിരുന്നത്. അത് മടിയിൽ വെക്കാൻ അറപ്പുണ്ടായി. മുഴുവൻ അഴുക്ക. കാട്ടിൽ നിന്ന് കുറച്ച് പച്ചച്ചവറുകൾ വാരിയെടുത്ത് ഒന്ന് തുടച്ച് വെടുപ്പാക്കാൻ അലാവുദ്ദീൻ തീരുമാനിച്ചു. എന്തായാലും ഈ വിളക്ക് കൊണ്ടുപോയേക്കാം. നിലത്ത് കുത്തിയിരുന്ന ഉണക്കയിലകൾ കൊണ്ട് ഓട്ടുവിളക്ക് അമർത്തി. അവൻ വിളക്ക് അമർത്തിയപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. നിമിഷങ്ങൾക്കകം ആ ശബ്ദത്തിൽ നിന്ന് ഒരു ആനയോളം വലിപ്പമുള്ള ഒരു കരിമ്പൂതം പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചു വിറച്ചു അലാവുദ്ദീൻ. അലാവുദ്ദീൻ കൊച്ചു കുഞ്ഞല്ലേ. ഇത്രയും വലിയൊരു ഭൂതത്തെ കണ്ടപ്പോൾ അലാവുദ്ദീൻ പേടിച്ചു പോയി. അവന്റെ ഭയവും വിറയും കണ്ട് സ്നേഹത്തോടെ ഭൂതം പറഞ്ഞു, മകനെ, പേടിക്കണ്ട. ഈ വിളക്കിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ആരിതെടുത്ത് എവിടെ വെച്ച് എങ്ങനെ വെച്ച് തിരുമിയാലും ആ തുടച്ചയാളുടെ മുന്നിൽ ഞാനെത്തും. അതാണ് എന്റെ കടമ. എന്നിട്ട് അയാൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അതാണ് എന്റെ ഉത്തരവാദിത്വം. അലാവുദ്ദീൻ ഭൂതത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അലാവുദ്ദീന്റെ മുഖത്ത് പേടിയായിരുന്നു. അലാവുദ്ദീനോട് ഭൂതം വീണ്ടും ചോദിച്ചു, മകനെ, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? എന്നോട് തുറന്നു പറഞ്ഞോളൂ. അലാവുദ്ദീൻ പേടിച്ചു പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്. നേരങ്ങളിൽ അരി വെക്കാനില്ല, കത്തിക്കാൻ വിറകുമില്ല. ശരി, ഭൂതം എടുത്തു ചോദിച്ചു, നിനക്ക് എന്തു വേണം? എനിക്ക് നല്ലൊരു വീട് വേണം, അരി വേണം, വിറക് വേണം, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ആയിക്കോട്ടെ, ഭൂതം പറഞ്ഞു. നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ പഴയ ചെറ്റക്കൂട്ടിലിരിക്കുന്നിടത്ത് ഒരു വലിയ ബംഗ്ലാവ് ഞാൻ സൃഷ്ടിച്ചു. വലിയ വീടാക്കി. അവിടെ നിനക്ക് ആവശ്യമുള്ള സകല സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പോയി നോക്ക്. ആ വിളക്ക് നിന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ. ഇനിയും എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതെടുത്ത് ഒന്ന് തുടച്ചാൽ മതി. ഞാൻ അപ്പം എത്തിക്കോളാം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ വിളക്കിനെ കുറിച്ച്, ഇതിന്റെ മഹത്വത്തിനെ കുറിച്ച് മറ്റാരോടും പറയരുത്. സ്വന്തം ഉമ്മയോട് പോലും പറയരുത്. പറഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ ഈ വിളക്ക് ഒന്നിനും കൊള്ളില്ല. യാത്ര പറഞ്ഞ് ഭൂതം അപ്രത്യക്ഷനായി. എല്ലാം കേട്ട് അലാവുദ്ദീൻ പകച്ചു നിന്നു. അലാവുദ്ദീൻ വീട്ടിലേക്ക് മടങ്ങിയത് ഉല്ലാസവാനായിട്ടായിരുന്നു. സന്തോഷത്തോടെയാണ് അലാവുദ്ദീൻ തിരിച്ചുപോയത്. അവിടെ ചെന്നപ്പോൾ അവൻ എല്ലാം സ്വപ്നം പോലെ തോന്നി. അവന്റെ വീടിരുന്നിടത്ത് ഒരു വലിയ കൊട്ടാരം. ആ വീട്ടിൽ നിന്ന് അവന്റെ ഉമ്മ ഇറങ്ങി വന്നു. ഇതെന്തൊരു മറിമായം! നമ്മൾ വളരെ വളരെ ധനികനായിരിക്കുന്നു. മോനെ, തിന്നാനും കുടിക്കാനും വീട്ടിൽ അലമാരി നിറയെ ഉണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലമാണോ? അലാവുദ്ദീൻ പറഞ്ഞു. നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർത്തു തരണമെന്ന് വളരെ ആളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ നമുക്ക് ഈ ഭാഗ്യം കൈവരിച്ചത്. വിളക്കിനെ പറ്റിയോ അതിന്റെ മഹത്വത്തെക്കുറിച്ചോ അലാവുദ്ദീൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. ആ കൊച്ചു വിളക്ക് അലമാരിയുടെ ഒരു മൂലയിൽ ഭദ്രമായി ഒളിച്ചു വെച്ചു. അല്ലലും അലട്ടലും ഇല്ലാതെ സന്തോഷത്തോടെ ദീർഘനാൾ അലാവുദ്ദീനും ഉമ്മയും ജീവിച്ചു.
എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ അലാവുദ്ദീന്റെയും വിളക്കിന്റെയും കഥ? കൂട്ടുകാർക്കും ഇങ്ങനൊരു വിളക്ക് വഴി കിടന്ന് കിട്ടുകയാണെങ്കിൽ എന്തെല്ലാം ആഗ്രഹം പ്രകടിപ്പിക്കും. അത് നിങ്ങളുടെ അച്ഛനമ്മമാരുമായി പങ്കുവയ്ക്കുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കാതികെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അടുത്ത കഥ വരെ നന്ദി, നമസ്കാരം.